അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇൻസ്പയർ ടെക്നിക്കൽ PSC സ്വാഗതം. നമ്മുടെ ഇന്നത്തെ സെക്ഷനിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഫെറസ് ആൻഡ് നോൺ ഫെറസ് മെറ്റൽസ് എന്ന് പറയുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഏരിയ ആണ്. ഫെറസ് മെറ്റൽസിൽ കാസ്റ്റേൺ, ബിഗ് അയൺ, റൗട്ടൈൻ തുടങ്ങിയ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ കവറപ്പ് ചെയ്തു. ഇനി നമുക്ക് നോൺ ഫെറസ് മെറ്റൽസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഓൾറെഡി ഇതിന് കുറെ പോർഷൻസ് റെക്കോർഡ് ലൈബ്രറിയിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ ഇത് തന്നെ പറഞ്ഞു പോവാം, കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നോൺ ഫെറസ് മെറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ് ഫെറസ്, എന്താണ് നോൺ ഫെറസ് എന്ന് പറയുന്നത് അല്ലെ. ഫെറസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെറ്റൽ കണ്ടെയ്നിങ് അയൺ ആസ് എ മെയിൻ എലമെന്റ് ഈസ് നോൺ ആസ് ഫെറസ് മെറ്റൽസ് അല്ലെ. അപ്പൊ ഇതിന്റെ പ്രോപ്പർട്ടി ഡിപെൻഡ് ചെയ്യുന്നത് കൂടുതലായിട്ടും ഇതിൽ എത്രത്തോളം കാർബണിന്റെ അളവുണ്ട്, അലോയിങ് എലമെന്റ്സ് എങ്ങനെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്, ഇതിന്റെ ഹീറ്റ് ട്രീറ്റ്മെന്റ് മെത്തേഡ് എങ്ങനെയൊക്കെയാണ്, ഇതിനനുസരിച്ചാണ് ഒരു ഫെറസ് മെറ്റൽസിന്റെ പ്രോപ്പർട്ടി പൂർണ്ണമായിട്ടും ഡിപെൻഡ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഈ നോൺ ഫെറസ് മെറ്റൽസ് എന്ന് പറയുന്നത് മെറ്റൽസ് നോട്ട് കണ്ടെയ്നിങ് അയൺ അല്ലെ. മെറ്റൽസ് നോട്ട് കണ്ടെയ്നിങ് അയൺ എന്ന് വേണമെങ്കിൽ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാം. നോട്ട് കണ്ടെയ്നിങ് അയൺ, മെറ്റൽസ് നോട്ട് കണ്ടെയ്നിങ് അയൺ. അപ്പൊ നമുക്ക് എന്തൊക്കെ നമുക്ക് അതിൽ എക്സാമ്പിൾസ് ആയിട്ട് പെടുത്താൻ പറ്റും? കോപ്പർ, അലൂമിനിയം, സിങ്ക്, ലെഡ്, ടിൻ. ഏതൊക്കെയാണ്? കോപ്പർ, അലൂമിനിയം, സിങ്ക്, ടിന്ന്, പിന്നെ ലെഡ്, ഇതിന്റെ അലോയി എല്ലാം തന്നെ നമുക്ക് എന്തിൽ കാറ്റഗറി പെടുത്താം? നോൺ ഫെറസ് മെറ്റൽസിന്റെ കാറ്റഗറിയിലേക്ക് പെടുത്താവുന്നതാണ്. ഓക്കെ, അപ്പൊ ഫെറസ് എന്താണ്, നോൺ ഫെറസ് എന്താണെന്ന് അറിഞ്ഞിരിക്കാം. നെക്സ്റ്റ് ആണ് എന്താണ് അലോയി എന്ന് പറഞ്ഞാൽ. അപ്പൊ അലോയി എന്ന് പറഞ്ഞാൽ ഒരു ഒന്നിലധികം ഒരു മെറ്റലും നോൺ മെറ്റൽ ആവാം, ഒരു മിക്സ്ചർ ഓഫ് ടു മെറ്റൽസ് നമുക്ക് കൂടിച്ചേർന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞ അലോയി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സാധാരണഗതിയിൽ ഇത് രണ്ടും കൂടെ മെൽറ്റ് ചെയ്ത് മിക്സ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഉണ്ടാവുക. സാധാരണഗതിയിൽ എന്തിനാണ് ചെയ്യാനുള്ളത്, എന്തിനാണ്, വാട്ട് ഈസ് ദ റിക്വയർമെന്റ് ഓഫ് ആൻ അലോയി? സാധാരണ എന്തിനായിരിക്കും അലോയി യൂസ് ചെയ്യുന്നത്? ടു ഇംപ്രൂവ് സ്ട്രെങ്ത്, എന്തെങ്കിലുമൊക്കെ ആവശ്യം വേണമല്ലോ അല്ലെ. ടു ഇംപ്രൂവ് സ്ട്രെങ്ത്, ഇംപ്രൂവ് സം സോർട്ട് ഓഫ് ഹാർഡ്നെസ്, കൊറോഷൻ റെസിസ്റ്റൻസ്, പിന്നെ നമുക്ക് വരുന്നതാണ് വിയർ റെസിസ്റ്റൻസ്, പിന്നെ നമുക്ക് ടെമ്പറേച്ചർ കാപ്പബിലിറ്റിയിൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ടെമ്പറേച്ചർ സ്റ്റാൻഡിങ്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? അലോയിങ് എലമെന്റ്സ് നമ്മളുടെ ചിത്രത്തിലേക്ക് വരുന്നത് അല്ലെ. അപ്പൊ ഫെറസ് മെറ്റൽസ് എന്ന് പറഞ്ഞാൽ, വാട്ട് ഈസ് ഫെറസ് മെറ്റൽസ് എന്ന് പറഞ്ഞാൽ മെറ്റൽസ് that containing iron is known as ferrous metals. ഇതിന്റെ പ്രോപ്പർട്ടി പൂർണ്ണമായും ഡിപെൻഡ് ചെയ്യുന്നതിലെ കാർബൺ പെർസെന്റേജ് അനുസരിച്ചാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അതുപോലെ തന്നെ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ, മെഷീനറി, ടൂൾസ് ആൻഡ് ഹെവി ഇൻഡസ്ട്രി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. നോൺ ഫെറസ് മെറ്റൽസ് എന്ന് പറഞ്ഞാൽ മെറ്റൽസ് ദാറ്റ് നോട്ട് കണ്ടെയ്നിങ് അയൺ എന്നതാണ്. കോപ്പർ, അലൂമിനിയം, സിങ്ക്, ലെഡ്, ടിൻ തുടങ്ങിയൊക്കെ എന്താണ് ഇതിന്റെ എക്സാമ്പിൾസ് ആണ്. കുറച്ചും ലൈറ്റ് വെയിറ്റ് ആയിരിക്കും, കൊറോഷൻ റെസിസ്റ്റൻസ് ആയിരിക്കും, ഗുഡ് കണ്ടക്ടിവിറ്റി ഉണ്ടാവും. ഇനി നമുക്ക് അലോയിങ് എലമെന്റിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ് നിക്കലിനെ കുറിച്ച്. കഴിഞ്ഞ തവണത്തെ നമ്മുടെ ഇതേ സെയിം സിലബസിൽ എക്സാം നടന്ന സമയത്ത് ഇതെന്തായിരുന്നു? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു, PYQ ആയിരുന്നു, ഓർത്തിരിക്കുക. നിക്കലിന്റെ പ്രോപ്പർട്ടി നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കാം. ഇപ്പൊ നിക്കൽ എന്ന് പറയുന്ന ഒരു ഹാർഡ് മെറ്റൽ ആണ് അല്ലെ. നിക്കൽ എന്ന് പറയുന്നത് ഹാർഡ് മെറ്റൽ ആണ്. അപ്പൊ ഇത് ഒരു ഹൈലി റെസിസ്റ്റന്റ് ടു മെനി ടൈപ്പ് ഓഫ് കൊറോഷൻ ആണ് നിക്കൽ യൂസ് ചെയ്യുന്നത്. ഹൈലി റെസിസ്റ്റന്റ് ടു മെനി ടൈപ്പ് ഓഫ് കൊറോഷൻ. ഇതിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 1450°C ആണ്. ഇതാണ് നമ്മളുടെ മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യം. ഓക്കെ, ഇപ്പൊ നിക്കലിനെ കുറിച്ച് ആദ്യമേ അറിഞ്ഞിരിക്കേണ്ടത്, നിക്കലിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 1450°C ആണ്. നിർബന്ധമായിട്ടും ഇവിടെ നമ്മൾ എല്ലാ മെൽറ്റിംഗ് പോയിന്റുകളും കൃത്യമായി തന്നെ പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, ഇത് നമുക്ക് മാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റും. ഇറ്റ് ക്യാൻ ബി മാഗ്നറ്റൈസ്ഡ്, ഓക്കെ. പിന്നെ നമുക്ക് എന്തൊക്കെ അറിഞ്ഞിരിക്കണം? എന്തിനു വേണ്ടി നമ്മൾ ഇതിന്റെ യൂസസ് അറിഞ്ഞിരിക്കണം അല്ലെ. ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ, അത് നിക്കൽ കാഡ്മിയം ബാറ്ററീസിന് വേണ്ടിയിട്ട്, ബോയിലറിന്റെ ട്യൂബുകൾക്ക് വേണ്ടിയിട്ട്, പെട്രോൾ എഞ്ചിനിലെ വാൽവില്, സ്പാർക്ക് പ്ലഗിന്റെ ഇലക്ട്രോഡില് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ പെർമനന്റ് മാഗ്നറ്റും മേഡ് ചെയ്യാം. പെർമനന്റ് മാഗ്നറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഇത് യൂസ് ചെയ്യാം, പെർമനന്റ് മാഗ്നറ്റ്. ഓക്കെ, ക്ലിയർ. പിന്നെ ഈ പറയുന്ന നിക്കല് ഒരു 36% കൂട്ടിയിട്ടാണ് നമ്മൾ ഇൻവാർ സ്റ്റീൽ ഉണ്ടാക്കുന്നത്. ഇൻവാർ സ്റ്റീൽ precision instrumental ആണ് നമ്മൾ ഇൻവാർ സ്റ്റീൽ യൂസ് ചെയ്യുന്നത്. precision
പ്രിസിഷൻ ഇൻസ്ട്രുമെന്റുകളിൽ നമുക്ക് യൂസ് ചെയ്യുന്ന ഇൻവാർ സ്റ്റീൽ. ഓക്കെ, അപ്പൊ നിക്കൽ സ്റ്റീലിന്റെ കോമ്പോസിഷനിൽ സാധാരണ ഒരു നിക്കൽ സ്റ്റീൽ എന്ന് പറയുന്നത് 2 തൊട്ട് 50% വരെ വേരി ചെയ്യാം. 2 to 50% ഇറ്റ് മേ വേരി. ഇതിൽ 36% എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ കണ്ടീഷൻ ആണ്. 36% നിക്കൽ ഉള്ളതിന് നമ്മൾ പറയുന്ന പേരാണ് ഇൻവാർ. ഓക്കെ, ഇൻവാർ ക്ലിയർ. കാരണം ഇൻവാറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഈ പണ്ടത്തെ പെൻഡുലം ബ്ലോക്കിലൊക്കെ ഇൻവാർ യൂസ് ചെയ്യുന്ന പറയുന്നത് ഇറ്റ് ഹാസ് എ വെരി ലോ എക്സ്പാൻഷൻ അല്ലെങ്കിൽ ലീസ്റ്റ് കോയിഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ എന്ന് പറയും. ലീസ്റ്റ് mu coefficient of expansion, least coefficient of expansion. അപ്പൊ നിക്കലിനെ കുറിച്ച് എന്തൊക്കെ അറിഞ്ഞിരിക്കണം? നിക്കൽ എന്ന് പറയുന്നത് ഒരു ഹാർഡ് മെറ്റൽ ആണ്, ഹൈലി റെസിസ്റ്റന്റ് ടു മെനി ടൈപ്പ് ഓഫ് കൊറോഷൻ. മൂന്നാമത് പഠിക്കുന്ന പോലെ മെൽറ്റിംഗ് പോയിന്റ് 1450 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇറ്റ് ക്യാൻ ബി മാഗ്നറ്റൈസ്ഡ്. ദാറ്റ്സ് വൈ വി ആർ യൂസിങ് മീൻസ് നിക്കൽ ഫോർ മേക്കിംഗ് പെർമനന്റ് മാഗ്നറ്റ്സ്. സ്പെഷ്യൽ നിക്കൽ സ്റ്റീലുകൾ നമ്മൾ ഇൻസ്ട്രുമെന്റുകൾ യൂസ് ചെയ്യുന്നു. ഇൻവാർ 36% നിക്കൽ ചെയ്യുന്ന സ്റ്റീലിനെയാണ് ഇൻവാർ സ്റ്റീൽ എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, ആ 36% വളരെ വളരെ പ്രത്യേകതയുണ്ട്. നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ട മെറ്റീരിയൽ ആണ് ക്രോമിയം എന്ന് പറയുന്ന മെറ്റീരിയൽ. ക്രോമിയം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഈ 36 നോട്ട് ചെയ്ത് വെച്ചോട്ടോ. 36. നെക്സ്റ്റ് ആണ് ക്രോമിയം. ക്രോമിയം നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? പ്രധാനമായിട്ടും സ്റ്റീലിൽ ക്രോമിയം ആഡ് ചെയ്യുമ്പോൾ ഇതിന്റെ എഫക്ട് എന്ന് പറയുന്നത് കൊറോഷൻ റെസിസ്റ്റൻസ് കൂട്ടുക എന്നുള്ളതാണ്. ഓഫ് കോഴ്സ് ടഫ്നെസ് കൂട്ടാം, ഹാർഡനബിലിറ്റി കൂട്ടാം, ബട്ട് പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത് കൊറോഷൻ റെസിസ്റ്റൻസ് കൂട്ടുക എന്നുള്ളതാണ്. ഓക്കെ, ടു ഇംപ്രൂവ് കൊറോഷൻ റെസിസ്റ്റൻസ്. അപ്പൊ എത്രയാണ് നമ്മൾ ഇതിന്റെ ക്രോമിയം കണ്ടന്റ്? ഇപ്പൊ ക്രോമിയം ഇൻ സ്റ്റീൽസ് മേ കണ്ടെയ്ൻ അപ് ടു 30% ക്രോമിയം. അതായത് നമുക്ക് 30% വരെ നമുക്ക് ഇതിന് വേരി ചെയ്യാം. 30% വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 30% വരെ വി ക്യാൻ വേരി ദ കണ്ടന്റ്. ഓക്കെ, സാധാരണ ഗതിയിൽ ഇലക്ട്രോപ്ലേറ്റിംഗിന് ക്രോമിയം യൂസ് ചെയ്യുന്നു. സിലിണ്ടർ ലൈനേഴ്സിൽ ക്രോം പ്ലേറ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്, കാരണം വിയർ റെസിസ്റ്റൻസിന് വേണ്ടി അങ്ങനെ യൂസ് ചെയ്യുന്നത്. ക്രോമിയം നിക്കൽ സ്റ്റീൽസ് ബെയറിംഗിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ക്രോം വനേഡിയം സ്റ്റീൽസ് സ്പാനറിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ട്രഞ്ചസ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. കട്ടിംഗ് ടൂൾസിന് വേണ്ടി ക്രോമിയം, നിക്കലും, ടെക്സ്റ്റഡും, മോളിഡീനും എല്ലാം കൂടി ചേർത്തിട്ട് ഒരു അലോയ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ പല ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻ ക്രോമിയത്തിനുണ്ടെങ്കിലും നമുക്ക് ഈ ഭാഗത്ത് നിന്ന് കേരള PSC എക്സാമിനേഷൻ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇത് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു, എന്തിനു വേണ്ടിയാണ്? കൊറോഷൻ റെസിസ്റ്റൻസിനാണ് എന്താണ് പ്രധാന യൂസ് എന്ന് പറയുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീലില് ഇതിന്റെ പരമാവധി കണ്ടന്റ് എന്ന് പറയുന്നത് 13% ആണ്. ഓക്കെ, ഇത് നോട്ട് ചെയ്ത് വെച്ചോട്ടെ. 13%. It's very important. Note this point. Okay. 13% ക്രോമിയം. 13% ക്രോമിയം. നെക്സ്റ്റ് വരുന്ന മെറ്റീരിയൽ ആണ് മാംഗനീസ്. ഓക്കെ, മാംഗനീസ് Mn അല്ലെ, മാംഗനീസ്. കാരണം സാധാരണ ഗതിയിൽ നമുക്ക് ഹാർഡ്നെസ് ആൻഡ് സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ കൂളിംഗ് റേറ്റ് ഡിക്രീസ് ചെയ്യാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. സാധാരണ മാംഗനീസ് സ്റ്റീലില് ഇതിന്റെ പെർസെന്റേജ് എന്ന് പറയുന്നത് 14% മാംഗനീസ് ആയിരിക്കും. ഓക്കെ, അതായത് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ഈ പറയുന്ന അഗ്രികൾച്ചർ പ്രൊഡക്റ്റിലൊക്കെ അല്ലെ, അതായത് ബ്ലേഡ്സ് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഓർത്തിരിക്കുക. ഓക്കെ, മാംഗനീസ് ഈ 14% കാര്യം മാത്രം ഓർത്തിരുന്നാൽ മതി. നെക്സ്റ്റ് വരുന്നതാണ് സിലിക്കൺ എന്ന് പറയുന്നത്. സിലിക്കൺ സിലിക്കൺ ഞാൻ പറഞ്ഞു പോകാം. സിലിക്കൺ എന്ന് പറയുന്നത് ഒരു സപ്പോസ്, അതായത് നമുക്ക് കാസ്റ്റ് അയണിനൊക്കെ സംബന്ധിച്ച് ഒരു 2.5% നമുക്ക് സിലിക്കൺ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ഈ സിലിക്കൺ എന്തിനായിരുന്നു? ഫോർമേഷൻ ഓഫ് പീഗ്രാഫൈറ്റ് വിച്ച് പ്രൊമോട്ട്സ് ദ മെഷീനബിലിറ്റി ഓഫ് കാസ്റ്റ് അയൺ. അതിന് വേണ്ടിയാണ് സിലിക്കനോട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഒരു ഹൈ ടെമ്പറേച്ചർ ഓക്സിഡേഷൻ റെസിസ്റ്റൻസിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? സിലിക്കൺ യൂസ് ചെയ്യാം. എന്തിനു വേണ്ടിയിട്ടാണ് സിലിക്കൺ യൂസ് ചെയ്യുന്ന? സിലിക്കൺ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? ഹൈ ടെമ്പറേച്ചർ ഓക്സിഡേഷൻ റെസിസ്റ്റൻസ്. ഹൈ ടെമ്പറേച്ചർ ഓക്സിഡേഷൻ റെസിസ്റ്റൻസിനാണ് നമുക്ക് യൂസ് ചെയ്യാം. ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. കൂടുതലും ഈ എന്താ പറയാ, ഒരു സ്ട്രെങ്ത് ഒക്കെ കൂടുതൽ ഇൻക്രീസ് ചെയ്യാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ കാസ്റ്റ് അയൺ സാധാരണഗതിയിൽ 2.5% ആയിരിക്കും യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ സ്പ്രിംഗ് സ്റ്റീൽ ഒരു അലോയിങ് എലമെന്റ് ആയിട്ടും സിലിക്കൺ കാര്യമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ടങ്സ്റ്റൺ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. ടങ്സ്റ്റൺ
ടെങ്സ്റ്റന്റെ പ്രോപ്പർട്ടി നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിന്റെ മെൽറ്റിംഗ് പോയിന്റ് വളരെ വളരെ കൂടുതലാണ്. ഇറ്റ് ഹാസ് എ വെരി ഹൈ മെൽറ്റിംഗ് പോയിന്റ്. ഏകദേശം 3380 ആണ്. വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നോട്ട് ദിസ് പോയിന്റ് ഇമ്പോർട്ടന്റ്. ഓക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം ടങ്സ്റ്റൺ ലാമ്പിന്റെ ഫിലമെന്റുകളിൽ യൂസ് ചെയ്യുന്നു. ഹൈ സ്പീഡ് സ്റ്റീലിൽ ഒരു മെയിൻ കോൺസ്റ്റന്റ് ആണ്. സ്റ്റെലൈറ്റിന്റെ ഒരു പാർട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് റേഷ്യോ ആണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഇപ്പൊ ഫിലമെന്റ്സ് ഓഫ് ഇലക്ട്രിക്കൽ ലാമ്പ് നമുക്കറിയാം ഹൈ സ്പീഡ് സ്റ്റീൽ ഒരു അലോയിങ് എലമെന്റ് ആണെന്ന് അറിയാം. അപ്പൊ HSSലെ റേഷ്യോ എന്ന് പറയുന്നത് 18:4:1. അപ്പൊ എന്താണ് ഈ 18 നമ്മൾ പണ്ടേ പഠിച്ചാണ് TCV അല്ലെ. TCV 18% ടെങ്സ്റ്റൻ, 4% ക്രോമിയം, 1% വനേഡിയം. 18:4:1 വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. 18:4:1 വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ കൂടെ തന്നെ ഓർത്തിരിക്കേണ്ടതാണ് സ്റ്റെലൈറ്റിന്റെ മിക്സ്ചർ എന്ന് പറയുന്നത്. സ്റ്റെലൈറ്റ് അവിടെ 30, 20 പിന്നെ എത്രയാ 1 to 4. ഓക്കെ 30, 20, 1 to 4. അപ്പൊ 30% ക്രോമിയം, 20% ടെങ്സ്റ്റൻ. അപ്പൊ 30% ക്രോമിയം, 20% ടെങ്സ്റ്റൻ, 1 to 4% ആണ് അവിടെ ഉണ്ടാവുന്ന കാർബൺ കണ്ടന്റ് എന്ന് പറയും. ഓക്കെ ക്ലിയർ. സ്റ്റെലൈറ്റ് 30% ക്രോമിയം, 20% ബാലൻസ് കൊബാൾട്ട് ആൻഡ് ബാലൻസ് കൊബാൾട്ട് എന്നാണ് പറയുന്നത് അല്ലെ. സ്റ്റെലൈറ്റ് ബാക്കിയുള്ളത് കൊബാൾട്ട് ആണ്. 30% ക്രോമിയം, 20% ടെങ്സ്റ്റൻ, 1 to 4% കാർബൺ. സ്റ്റെലൈറ്റ് ക്ലിയർ. ഓക്കെ 18:4:1 ഓർത്തിരിക്കുക. 18:4:1 ഓർത്തിരിക്കുക. നെക്സ്റ്റ് ആണ് വനേഡിയം എഫക്ട് എന്ന് പറഞ്ഞാൽ ടഫ്നെസ് ഇൻക്രീസ് ചെയ്യുക, ഇലാസ്റ്റിസിറ്റി ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. കാരണം ഇത് വളരെ സിമിലർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് വീണ്ടും കാണാൻ പറ്റും. അപ്പൊ അതിൽ നിന്ന് വളരെ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസ് തന്നെ കയറി വരുള്ളൂ. അതർവൈസ് മെൽറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഒരു പ്യൂർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ, ഈ പറയുന്ന റേഷ്യോസ്, ഇതൊക്കെയാണ് അവിടെ ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യതയുള്ളത്. അപ്പൊ അതിൽ ആദ്യം നമ്മൾ പഠിക്കേണ്ടതാണ് വനേഡിയം എന്ന് പറയുന്ന മെറ്റീരിയലിനെ കുറിച്ച്. വനേഡിയം എന്ന് പറയുന്നത് ടഫ്നെസ്, ഇലാസ്റ്റിസിറ്റി, ടെൻസൈൽ സ്ട്രെങ്ത് ഇത് മൂന്ന് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ക്രോം വനേഡിയം സ്റ്റീലിൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു പെർസെന്റേജ് ആണ് 0.5 to 1.5% ക്രോമിയവും, 0.15 തൊട്ട് 0.3% വനേഡിയവും, ഒരു 0.1 തൊട്ട് 1.1% വരെ 1.1% വരെ കാർബണും ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ സാധാരണ നമുക്ക് ഗിയർ മാനുഫാക്ചറിങ്, സ്പ്രിങ്ങിന്റെ മാനുഫാക്ചറിങ്, ഷാഫ്റ്റുകൾ, ഹൈ സ്പീഡ് സ്റ്റീലൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? വനേഡിയം ഒരു മെയിൻ കോൺസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ ക്ലിയർ. നെക്സ്റ്റ് കൊബാൾട്ടും കൂടെ ഇതിന്റെ കൂടെ പഠിച്ചു. കൊബാൾട്ട് അപ്പൊ ആർക്കെങ്കിലും കൊബാൾട്ടിന്റെ മെൽറ്റിംഗ് പോയിന്റ് അറിയാം? ഇതിൽ നിന്ന് വേറെ ചോദിക്കാനില്ല. കൊബാൾട്ടിന്റെ മെൽറ്റിംഗ് പോയിന്റ് എത്രയാണെന്ന് അറിയാം? കൊബാൾട്ടിന്റെ മെൽറ്റിംഗ് പോയിന്റ് എത്രയാണെന്ന് അറിയാമോ ആർക്കെങ്കിലും? കൊബാൾട്ടിന്റെ മെൽറ്റിംഗ് പോയിന്റ് ആർക്കെങ്കിലും അറിയാമോ? എനിബഡി ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഞാൻ പറയാം. കൊബാൾട്ടിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 1495 ഡിഗ്രിയാണ്. ഓക്കെ അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ഹാർഡ്നെസ് ഈവൻ അറ്റ് ഹൈ ടെമ്പറേച്ചർ എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഗുഡ് വിയർ റെസിസ്റ്റൻസ് മെറ്റീരിയലാണ്. സാധാരണഗതിയിൽ മാഗ്നറ്റ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ഓക്കെ പിന്നെ എന്താ യൂസ് ചെയ്യാം? ബോൾ ബെയറിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം. (1495°C). പിന്നീട് നമുക്ക് വരുന്ന ആപ്ലിക്കേഷൻ ആണ് കട്ടിംഗ് ടൂളിൽ യൂസ് ചെയ്യാം. കാരണം ഈ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് HSS ഉണ്ട്. ഒന്ന് സാധാരണ 15% ടെക്സ്റ്റൻ HSS സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയും. നെക്സ്റ്റ് കൊബാൾട്ട് HSS എന്ന് പറയുന്ന സംഭവമുണ്ട്. കൊബാൾട്ട് HSSന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇത് നമുക്ക് സൂപ്പർ HSS എന്ന് പറയാറുണ്ട്. ഓക്കെ അതായത് ഇതില് നമുക്കൊരു 5 to 8% കൊബാൾട്ടും കൂടി ഉണ്ടാവും. 5 to 8% കൊബാൾട്ടും കൂടി ഉണ്ടാവും. ഓക്കെ
5 to 8% കോബാൾട്ട്. കാരണം ബെറ്റർ വിയർ റെസിസ്റ്റൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, കോബാൾട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബെറ്റർ വിയർ റെസിസ്റ്റൻസ്, ബെറ്റർ വിയർ റെസിസ്റ്റൻസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇപ്പൊ കൊബാൾട്ടിനെ കുറിച്ച് എന്തൊക്കെ ഓർമ്മ ചെയ്യണം? കൊബാൾട്ടിനെ കുറിച്ച് 1495 ആണ് ഇതിന്റെ മെൽറ്റിംഗ് പോയിന്റ്. വിയർ റെസിസ്റ്റൻസ് ആണ് പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി. ബോൾ ബെയറിംഗിന് യൂസ് ചെയ്യാം, പെർമനന്റ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യാം. കൊബാൾട്ട് HS എന്ന് പറയുന്നതാണ് സൂപ്പർ HSS. അവിടെ 5 to 8% കൊബാൾട്ട് നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, പിന്നെ നമുക്കാണ് മോളിബ്ഡീനിയം എന്ന് പറയുന്ന മെറ്റീരിയൽ. ഓക്കെ, ഞാൻ ഇവിടെ വിട്ടുപോയത്, സ്ലൈഡ് ഒന്ന് മിസ്സായി പോയിട്ടുണ്ട്. കുഴപ്പമില്ല, ഞാൻ ആഡ് ചെയ്യുമ്പോൾ അതും കൂടെ കൂട്ടി ആഡ് ചെയ്തോളാം. ഓക്കെ, മോളിബ്ഡീനിയം. മോളിബ്ഡീനിയം എന്ന് പറയുമ്പോൾ MO അല്ലെ, മോളിബ്ഡീനിയം MO. ഫസ്റ്റ് നമുക്ക് മെൽറ്റിംഗ് പോയിന്റ് എത്രയാണെന്ന് അറിയണം. മെൽറ്റിംഗ് പോയിന്റ്. രണ്ടാമത് നമുക്ക് അറിയേണ്ടത് ഇതിന്റെ യൂസ് എന്താണ്. ഓക്കെ, യൂസസ്. ഫസ്റ്റ് ഓഫ് ഓൾ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് മോളിബ്ഡീനിയം എന്ന് പറയുന്നത് 2620 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് ഓർത്തിരിക്കുക. 2620 ഡിഗ്രി സെൽഷ്യസ് ആണ് ഓർത്തിരിക്കുക. യൂസസ് വരുന്ന സമയത്ത് നമുക്ക് HSS നമുക്ക് മോളിബ്ഡീനിയം ഉണ്ട്, അതായത് അങ്ങനെ ഒരുപാട് പെർസെന്റേജ് ഉണ്ടാവില്ല. ഇപ്പൊ എന്താ പറയാ, 6% മോളിബ്ഡീനിയം, 6% വനേഡിയം, ആ രീതിയിൽ ഒരു സ്പെഷ്യൽ കോംബോ ആയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം അത് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യത, സാധാരണ 18:4 കൂടുതലായിട്ട് ചോദിക്കാറുള്ളത്. പിന്നെ ഹൈ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഇത് മെറ്റീരിയൽ സോഫൻ ആവാനുള്ള ഒരു പ്രത്യേക ഒരു പ്രോപ്പർട്ടി ഉണ്ടാവില്ല. അതിനെ പ്രിവെന്റ് ചെയ്യാൻ മോളിബ്ഡീനിയം നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, പ്രിവെന്റ് സോഫനിങ് അറ്റ് ഹൈ ടെമ്പറേച്ചർ, പ്രിവെന്റ്സ് ദ മെറ്റീരിയൽ സോഫനിങ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. അത് നമുക്കൊരു പോയിന്റ് ആയിട്ട് എഴുതാം. പിന്നെ കട്ടിങ് എബിലിറ്റി കൂടാൻ വേണ്ടിയൊക്കെ യൂസ് ചെയ്യാം. പിന്നെ നമുക്കാണ് കാഡ്മിയം എന്ന് പറയുന്ന മെറ്റീരിയൽ. കാഡ്മിയത്തിനെ സംബന്ധിച്ച് ഇതിന്റെ മെൽറ്റിംഗ് പോയിന്റ് 320 ഡിഗ്രിയാണ്. അത് മാത്രമാണ് അവിടെ നിന്നൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് വരുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. കൂടുതലായിട്ടും സ്റ്റീൽ കമ്പൗണ്ട്സ് കോട്ട് ചെയ്യാനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ കാഡ്മിയം യൂസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മൾ പഠിച്ച മെറ്റീരിയൽ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം. ഫസ്റ്റ് നമ്മൾ പഠിച്ചത് നിക്കൽ അല്ലെ. ഫസ്റ്റ് നമ്മൾ ഒന്ന് ഓർത്ത് നോക്കിയേ. നിക്കൽ പഠിച്ചു. നിക്കൽ എന്ന് പറഞ്ഞാൽ കൊറോഷൻ റെസിസ്റ്റൻസിന് വേണ്ടി, ടഫ്നെസിന് വേണ്ടി യൂസ് ചെയ്യുന്നു. 2 to 50% ആയിരുന്നു അവിടെ ടിപ്പിക്കൽ പെർസെന്റേജ് ഇൻ സ്റ്റീൽ എന്ന് പറയുന്നത്. ക്രോമിയം എന്ന് പറയുന്നത് up to 30% ആയിരുന്നു. മാംഗനീസ് എന്ന് പറയുന്നത് 14% പഠിക്കാനായിരുന്നത്. സിലിക്കൺ എന്ന് പറയുന്നത് എന്താണ്, സ്പ്രിംഗ് സ്റ്റീലിൽ കൂടുതൽ യൂസ് ചെയ്യുന്നു. ഒരു 2.5 വരെയൊക്കെയാണ് കാസ്റ്റ് അയൺ ഉണ്ടായിരുന്നത്. ടങ്സ്റ്റൺ എന്ന് പറയുന്നത് 18 to 20% നോർമലി അല്ലെ, 18% HSL ഉണ്ടാവുക. ഇനി നമ്മൾ മറ്റേ സ്പെഷ്യൽ കോമ്പോയിൽ വരുമ്പോൾ 20% ആണ് വരുന്നത്. വനേഡിയം എന്ന് പറയുന്നത് സ്പ്രിംഗ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നു, ടഫ്നെസ് ഇലാസ്റ്റിസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്. കൊബാൾട്ട് എന്ന് പറയുന്നത് സൂപ്പർ HSSന് വേണ്ടി യൂസ് ചെയ്യുന്നു, മാഗ്നറ്റ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. മോളിബ്ഡീനിയം എന്ന് പറയുന്നത് ഹൈ ടെമ്പറേച്ചർ സ്ട്രെങ്ത്തിന് വേണ്ടി അല്ലെങ്കിൽ ആ സോഫ്റ്റനിങ് ഒഴിവാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. കാഡ്മിയം കൂടുതലായിട്ട് കോട്ടി മെറ്റലിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്ത് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ അത് ഇത്രയും കാര്യങ്ങൾ കൃത്യമായി തന്നെ ഓർത്തിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് ആണ് നമുക്ക് നമ്മുടെ അലോയിങ് എലമെന്റ്സ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കോപ്പറിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. കോപ്പറിന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, ഇത് ഫസ്റ്റ് നമ്മൾ ഇതിന്റെ സോഴ്സ് എന്താണെന്ന് ഓർത്തിരിക്കുക, അല്ലെങ്കിൽ ഇതിന്റെ ഓർ എന്ന് പറയുന്നത്. ഓർ എന്ന്, കാരണം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഇതിന്റെ ഓർ എന്ന് പറയുന്ന ഏരിയയിൽ നിന്നാണ്. അപ്പൊ എക്സ്ട്രാക്ടഡ് ഫ്രം മലച്ചൈറ്റ് ഓർ പൈറേറ്റ്. അപ്പൊ മലച്ചൈറ്റ് ആണെങ്കിൽ ഇറ്റ്സ് കണ്ടെയ്ൻ 55% കോപ്പർ ആൻഡ് പൈറേറ്റ് ആണെങ്കിൽ ഇറ്റ് കണ്ടെയ്ൻ 32% കോപ്പർ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഇതിന്റെ എക്സ്ട്രാക്ടഡ് ഫോം മാത്രമാണ്. എവിടെ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്നു? മലച്ചൈറ്റ് ആൻഡ് പൈറേറ്റ്. മലച്ചൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടെയ്ൻ 55% കോപ്പർ, പൈറേറ്റ് ആണെങ്കിൽ ഇറ്റ്സ് കണ്ടെയ്ൻ 32% കോപ്പർ. കാരണം നമുക്ക് എന്താണ് ഓർ എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മൾ എന്താണ് ഫർണസിനെ കുറിച്ചൊക്കെ പഠിച്ചു, എങ്ങനെ റിഫൈൻ ചെയ്യുന്നൊക്കെ പഠിച്ച ആൾക്കാരാണ്. മലച്ചൈറ്റ് ആൻഡ് പൈറേറ്റ് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് അറിയേണ്ടത് ഇതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്. ഫസ്റ്റ് നമുക്ക് ഇതിന്റെ കളർ അറിയണം. ഹാവ് എ റെഡിഷ് കളർ അല്ലെ. കാരണം നമുക്ക് ഇതിന്റെ കളർ വെച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോപ്പറിനെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ്, ഇതിന്റെ ഉള്ളില് ഒരു ഫൈബ്രസ് നേച്ചർ ഉണ്ടാവുന്ന ഫോർജ് ചെയ്യാനും കുറച്ചുകൂടെ എളുപ്പമാണ് അല്ലെ. ഹൈലി മാല്യൂബിൾ ആൻഡ് ഡക്റ്റൈൽ ആണ്. കൃത്യമായി ഓർത്തിരിക്കുക, ഹൈലി മാല്യൂബിൾ ആൻഡ് ഡക്റ്റൈൽ, ഹൈലി മാല്യൂബിൾ ആൻഡ് ഡക്റ്റൈൽ. അപ്പൊ അവിടെ ആ ഭാഗത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ പ്രീവിയസ് ആയിട്ട് വന്നിട്ടുണ്ട്. മോസ്റ്റ് ഡക്റ്റൈൽ മെറ്റീരിയൽ ആൻഡ് മെറ്റൽ. ഓക്കെ, മെറ്റീരിയൽ എന്ന സമയത്ത് MS-ഉം മെറ്റൽ എന്ന സമയത്ത് കോപ്പറും ആണ് PSC എന്നുള്ള ആൻസർ എന്ന് ഓർത്തിരിക്കുക. കാരണം ഹൈലി മാല്യൂബിൾ ഡക്റ്റൈൽ, അതുകൊണ്ടാണ് നമുക്ക് ഇതിനെ ഷീറ്റുകളായിട്ടും വയറുകളായിട്ടൊക്കെ ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത്.
പിന്നെ എന്താണ്, ഹീറ്റിന്റെ ഒരു ഗുഡ് കണ്ടക്ടർ ആണ്, ഇലക്ട്രിസിറ്റിയുടെ ഒരു ഗുഡ് കണ്ടക്ടർ ആണ്, കൊറോഷൻ റെസിസ്റ്റന്റ് ആണ്. മെൽറ്റിംഗ് പോയിന്റ് ഓഫ് കോപ്പർ എത്ര തവണ PSC ചോദിച്ചിട്ടുണ്ട് നമുക്ക് തന്നെ അറിയാം, 1083 ഡിഗ്രി സെൽഷ്യസ് ആണ്. 1083 ഡിഗ്രി സെൽഷ്യസ് ആണ്. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലെ. കാരണം ഇലക്ട്രിക്കൽ കേബിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ബോയിലറിന്റെ ഫയർ ബോക്സസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, വാട്ടറിന്റെ പൈപ്പ് പോകാൻ വേണ്ടിയിട്ട്, കെമിക്കൽ പ്ലാന്റിൽ, അതുപോലെ തന്നെ ബ്രൂയിങ് ഇൻഡസ്ട്രിയിൽ, സോൾഡറിങ് അതിന്റെ ടിപ്പിൽ, അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് നമുക്ക് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന കോപ്പർ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി കോപ്പറിന്റെ അലോയി വരുന്ന സംഭവങ്ങളാണ് നമുക്ക് എന്ത് വരുന്നത്, ഫസ്റ്റ് നമുക്ക് ബ്രാസിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പം കോപ്പർ അലോയ്സിൽ ഫസ്റ്റ് നമുക്ക് പഠിക്കേണ്ടതാണ് ബ്രാസ്. കോപ്പർ പ്ലസ് സിങ്ക്, കോപ്പർ പ്ലസ് സിങ്ക് ആണ് ബ്രാസ് എന്ന് പറയുന്നത്. കോപ്പർ പ്ലസ് സിങ്ക് ആണ് ബ്രാസ് എന്ന് പറയുന്നത്. കാരണം സ്മോൾ എമൗണ്ട് ഓഫ് ടിൻ ഓർ ലെഡ് മേ ബി ആഡഡ്. കാരണം ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ടിന്നിൽ ലെഡും വേണമെങ്കിൽ ചേർക്കാം എന്ന് പറയുന്നു. ഇതിന്റെ കളർ വേരി ചെയ്യുന്നത് യെല്ലോ ടു ഒരു ലൈറ്റ് യെല്ലോ അല്ലെങ്കിൽ ഒരു നിയർലി വൈറ്റിലേക്ക് ഇങ്ങനെ ഒരു വേരിയേഷൻ ഇതിന്റെ പേഴ്സണലി മാറുന്നതിനനുസരിച്ച് ഉണ്ടാവും. ഓക്കെ, എന്താണ് ഇതിന്റെ പ്രത്യേകത? മെഷീൻ ചെയ്യാൻ എളുപ്പമാണ്, ഹൈലി കൊറോഷൻ റെസിസ്റ്റന്റ് ആണ്. ഓക്കെ, ക്ലിയർ. പിന്നെ ബ്രാസിനെ സംബന്ധിച്ച് ഡക്റ്റൈൽ ബ്രാസും ഉണ്ട്, അതുപോലെ തന്നെ ഒരു ബ്രിട്ടിൽ നേച്ചറുള്ള ബ്രാസും നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, രണ്ടും ഉണ്ട് കേട്ടോ. റേഡിയേറ്റർ കോർ, ടാപ്സ്, ഗ്യാസ് വെൽഡിംഗ് റോഡുകളൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ഇതിന് ആപ്ലിക്കേഷൻ ആയിട്ട് വരുന്നത്. മനസ്സിലാക്കി വെക്കുക. കാരണം മോട്ടോർ കാറിന്റെ റേഡിയേറ്റർ കോറിൽ ബ്രാസ് ആണ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയി വരുന്നത്. വാട്ടർ ടാപ്പുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്നു, ഗ്യാസ് വെൽഡിംഗ് റോഡിൽ യൂസ് ചെയ്യുന്നു, ബ്രേസിംഗിന് വേണ്ടി ബ്രാസ് യൂസ് ചെയ്യുന്നു, ഇലക്ട്രിക്കൽ കമ്പോണൻസിൽ യൂസ് ചെയ്യുന്നു, ഡെക്കറേറ്റീവ് ഫിറ്റിംഗ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നു. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു മെറ്റീരിയൽ ആണ് ബ്രാസ്. പക്ഷെ നമുക്ക് കേരള PSC പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മുടെ ഈ ഒരു പരീക്ഷയ്ക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്ന ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഇതിന്റെ മെൽറ്റിംഗ് പോയിന്റ് 880 തൊട്ട് 930 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളതാണ്. ഓക്കെ, കാരണം നമുക്ക് മൂന്നാമത്തെ മോഡ്യൂളിലാണ് ഈ ഒരു പോർഷൻ വരുന്നത്. അപ്പൊ അതില് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അല്ലെ. ആ കാര്യങ്ങൾ പഠിക്കുന്നതിന്റെ കൂടെ നമുക്ക് ഇപ്പം ഫെറസ് ആൻഡ് നോൺ ഫെറസ് മെറ്റൽസ് എന്ന് പറയുന്ന ഒരു ലൈനിൽ നിന്ന് നോൺ ഫെറസ് മെറ്റൽസിനെ കുറിച്ച് പഠിക്കുമ്പോഴാണ് ഈ ഭാഗം കയറി വരുന്നത്. അപ്പൊ അതിൽ നിന്ന് ഏറ്റവും സിമ്പിൾ ആയിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, ഇതിന്റെ മെൽറ്റിംഗ് പോയിന്റ് ആണ്. കഴിഞ്ഞ തവണ നിക്കലിനെയാണ് ചോദിച്ചത്, ഇത്തവണ ചില വേറൊരു മെറ്റീരിയൽ ആവാം. നെക്സ്റ്റ് ആണ് ബ്രോൺസ് എന്ന് പറയുന്ന മെറ്റീരിയൽ. ബ്രോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കോപ്പറും ടിന്നും. ഞാൻ എപ്പോഴും ഈ പറയുന്ന ബ്രാസ് ആൻഡ് ബ്രോൺസ് മാറിപ്പോകരുത് എന്ന് പറയാറുണ്ട്. ബ്രാസ് ആൻഡ് ബ്രോൺസ് മാറിപ്പോകരുത് എന്ന് പറയാറുണ്ട്. കാരണം നമുക്ക് അത്ലറ്റിക്സ് ഓടുന്ന സമയത്ത് നമുക്ക് ബ്രോൺസ് മെഡൽ ആണ് കിട്ടുക അല്ലെ. നമുക്ക് കിട്ടുന്ന മെഡൽ എന്ന് പറയുന്നത് ബ്രോൺസ് ആണ്. വെങ്കലമാണ് ബ്രോൺസ്. ഈ ബ്രോൺസ് എടുത്തിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി ഒരു ടിന്നിൽ ഇട്ട് വെച്ചു എന്ന് വിചാരിക്കാം. മെഡൽ നമ്മൾ കൊണ്ടിട്ടു, ഒരു ടിന്നിലിട്ടു. അപ്പോൾ ബ്രോൺസ് എന്ന് പറയുന്ന മെഡൽ എന്തുമായിട്ട് ബന്ധമുണ്ട്, ടിന്നുമായി ബന്ധമുണ്ട്. അപ്പൊ ഓർത്തിരിക്കുക, കോപ്പർ പ്ലസ് ടിൻ ആണ് ബ്രോൺസ്. കോപ്പർ പ്ലസ് ടിൻ ആണ് ബ്രോൺസ്. ഓക്കെ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിന്നെ എങ്ങനെയായാലും നമുക്കത് മാറിപ്പോകരുത്, അതുകൊണ്ടാണ്. മെൽറ്റിംഗ് പോയിന്റ് അറൌണ്ട് 1005 ഡിഗ്രി സെൽഷ്യസ് ആണ്. 1005 ഡിഗ്രി സെൽഷ്യസ് ആണ് കൃത്യമായിട്ട് ഞാൻ ഓർത്തിരിക്കുക. കാരണം ഇതില് ചില ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇൻമേ വേരി, ചിലപ്പോൾ റേഞ്ച് ആയിരിക്കും തന്നിട്ടുണ്ടാവും. കാരണം എന്തുകൊണ്ടാണ്, ഇതൊരു അലോയി ആണ് അല്ലെ. ബ്രോൺസ് എന്ന് പറയുന്നത് കോപ്പറും ടിന്നും കൂടെ ചേർന്നാണ്. അപ്പൊ ടിന്നിന്റെ പെർസെന്റേജിൽ വേരിയേഷൻ വരുന്നതിനനുസരിച്ച് ഇതിന്റെ മെൽറ്റിംഗ് പോയിന്റിലും മാറ്റം വരാം. പക്ഷെ എന്ന് ഓർത്തിരിക്കുക, ഇത് എപ്പോഴും 1083 താഴെ ആയിരിക്കും എന്ന് ഓർത്തിരിക്കാം. പിന്നെ ടിന്നിന്റെ മെൽറ്റിംഗ് പോയിന്റ് എത്രയാണെന്ന് അറിയണം, 231 ഡിഗ്രി ആണ് അല്ലെ. ക്ലിയർ. സാധാരണഗതിയിൽ ബെയറിംഗിന് യൂസ് ചെയ്യാം. ബുഷ് ഏറ്റവും കൂടുതൽ ബ്രോൺസ് ബുഷ് ഏറ്റവും കൂടുതൽ ബുഷുകൾ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഏതാണ്, ബ്രോൺസ് എന്ന മെറ്റീരിയലാണ്. പിന്നെ പമ്പിന്റെ കമ്പോ അങ്ങനെ ജനറൽ എഞ്ചിനീയറിംഗ് പാർട്ടുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളത് ഇത് എന്തിന്റെ മിക്സ് ആണ്, കോപ്പർ ആൻഡ് ടിൻ ആണ്. ഓക്കെ, കളർ ഒരു റെഡ് ടു യെല്ലോ, ആ ഒരു കോമ്പിനേഷൻ കളറാണ് എന്ന് ഓർത്തിരിക്കാം. ബ്രാസിനെക്കാട്ടും ഹാർഡർ ആണ് ബ്രോൺസ് എന്ന് പറയുന്നത്. ഷാർപ്പ് ടൂൾസ് കൊണ്ടും നമുക്ക് ഈസിലി മെഷീൻ ചെയ്യാം. ഗ്രാനുലാർ ചിപ്സ് ആയിരിക്കും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. പിന്നെ എന്താണ്, ബ്രേസിംഗ് റോഡുകളിൽ എന്താ പറയുക, സ്പെഷ്യൽ ബ്രോൺസ് യൂസ് ചെയ്യുന്ന ബ്രേസിംഗ് റോഡ്സ് അല്ലെ, ബ്രോൺസിൽ ബ്രേസിംഗിന് വേണ്ടി യൂസ് ചെയ്യാറുണ്ടെന്ന് ഓർത്തിരിക്കും. ഓക്കെ, ക്ലിയർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് ആണ്, അങ്ങനെ വലിയ ഡിഫിക്കൽറ്റി ഒന്നുമില്ല. നെക്സ്റ്റ് ആണ് ലെഡ് ആൻഡ് ഇറ്റ്സ് അലോയ്സ്. ലെഡിനെ കുറിച്ച്, അതായത് ലെഡ്, ഇപ്പൊ കോപ്പർ മാനേജ്മെന്റ് പാരേറ്റ് പറഞ്ഞു, അതിനെ അലോയി പഠിച്ചു. പിന്നെ നെക്സ്റ്റ് ലെഡിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ അറിയേണ്ടത് ലെഡ് ഫ്രം ഗലേന, LG എന്ന് കൃത്യമായി തന്നെ മനസ്സിലാക്കി വെച്ചോളാം. ലെഡ് ഗലേന എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും, എന്നാലും ഓർത്തിരുന്നോ, ലെഡ് ഗലേന. ഓക്കെ, ലെഡ് ഗലേന. കാരണം നമുക്ക് ഇതിന് വളരെ ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടീസ്, വെരി ഹെവി, ഒരു സിൽവർ, ഒരു മോട്ടൺ ഉരുക്കി കഴിഞ്ഞാൽ ഒരു സിൽവറി കളറിലേക്ക് ആയിരിക്കും ഉണ്ടാവും. വളരെ സോഫ്റ്റ് ആൻഡ് മാലിയബിൾ ആണ്. ഹൈലി കൊറോഷൻ റെസിസ്റ്റൻസ് ആണ്. റേഡിയേഷൻ റെസിസ്റ്റന്റ് ആയിട്ട് മെറ്റീരിയൽ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതുപോലെ ഈ സൾഫ്യൂരിക് ആസിഡ്, HCl ഇതിനൊക്കെ നമുക്ക്
ആസിഡ് റെസിസ്റ്റന്റ് മെറ്റീരിയലാണ് ഈ പറയുന്ന ലെഡ് എന്ന് പറയുന്നത്. ഇപ്പൊ കാറിന്റെ ബാറ്ററി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, സോൾട്ടിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട്, അതിനൊക്കെ വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ലെഡ് യൂസ് ചെയ്യാം. ഓക്കെ, ലെഡിനും കുറെ ടൈപ്പ് ഓഫ് അലോയ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ബബിറ്റ് മെറ്റൽ. ഓക്കെ, ലെഡ്, ടിന്ന്, കോപ്പർ, ആന്റിമണി, ഇതാണ് ബബിറ്റ് എന്ന് പറയുന്നത്. ലെഡ്, ടിന്ന്, കോപ്പർ, ആന്റിമണി. ലെഡ്, ടിന്ന്, കോപ്പർ, ആന്റിമണി. ഓക്കെ, ലെഡ്, ടിന്ന്, കോപ്പർ, ആന്റിമണി. ദിസ് കോൾഡ് ബബിറ്റ് മെറ്റൽ. ഓക്കെ, ബബിറ്റ് മെറ്റൽ നമ്മൾ യൂസ് ചെയ്യുന്നതിനായിരിക്കും ബെയറിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. ഓക്കെ, ക്ലിയർ? ലെഡിന്റെ അലോയ്സ് ഓർത്തിരിക്കുക. അല്ലെങ്കിൽ ഒരു ബബിറ്റ് മെറ്റൽ ആണ് ലെഡ് കയറി വരുന്നത്, ഓർത്തിരിക്കുക കേട്ടോ. ബെയറിങ്ങിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യാം. ലെഡ് ടിൻ അലോയ് ആണ് നമ്മൾ കൂടുതലായിട്ട് സോഫ്റ്റ് സോൾഡറിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ലെഡ് ടിൻ അലോയ് ആണ്, ലെഡ് ടിൻ അലോയ് ആണ് നമ്മൾ സോഫ്റ്റ് സോൾഡറിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. സോഫ്റ്റ് സോൾഡറിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ലെഡ് ടിൻ അലോയ് ആണ്. അതുപോലെ തന്നെ നമ്മൾ പഠിക്കേണ്ടതാണ് സിങ്ക് ആൻഡ് ടിന്ന്, അല്ലെ? സിങ്കും അതിന്റെ അലോയ്സും എന്ന രീതിയിൽ പഠിക്കുകയാണെങ്കിൽ സിങ്കിന്റെ എവിടെ നിന്ന് വരുന്നു? സിങ്ക് ഫ്രം കലാമിൻ അല്ലെങ്കിൽ ബ്ലൻഡ്. ഓക്കെ, മെൽറ്റിംഗ് പോയിന്റ് 420 ഡിഗ്രി സെൽഷ്യസ്, 420 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ടിന്നിൻ്റെത് 231 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ ഇതിന്റെ ടിന്നിന്റെ ഓർ എന്ന് പറയുന്നത് ടിൻ സ്റ്റോൺ എന്ന് പറയും, അല്ലെങ്കിൽ കാസിറ്ററേറ്റ് എന്ന് പറയും. ടിൻ സ്റ്റോൺ അല്ലെങ്കിൽ കാസിറ്ററേറ്റ്, ടിൻ സ്റ്റോൺ അല്ലെങ്കിൽ കാസിറ്ററേറ്റ്. ഓക്കെ, ക്ലിയർ? കാരണം ഇത് നമ്മൾ ഒരുമിച്ച് പഠിക്കാൻ കാര്യം സിമിലർ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ടാണ്. സിങ്ക് എന്ന് പറയുന്നത് കോൾഡ് കണ്ടീഷനിൽ, അല്ലെങ്കിൽ നമ്മൾ ഹീറ്റ് ട്രീറ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ ഹീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് വളരെ ബ്രിട്ടിലായിരിക്കും. ഹീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് സിങ്ക് വളരെ സോഫ്റ്റ് ആയിട്ട് വരും. വളരെ കൊറോഷൻ റെസിസ്റ്റന്റ് ആണ്. ബാറ്ററി കണ്ടെയ്നേഴ്സിൽ യൂസ് ചെയ്യാറുണ്ട്. റൂഫിംഗ് ഷീറ്റിലായിട്ട് സിങ്ക് ഷീറ്റ് യൂസ് ചെയ്യാറുണ്ട്. കാരണം ഗാൽവനൈസ്ഡ് ഷീറ്റ്, അതായത് സിങ്ക് കോട്ട് ചെയ്തെന്ന് വിചാരിക്കാം. സിങ്ക് കോട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഗാൽവനൈസ്ഡ് ഷീറ്റുകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ റൂഫ് ഷീറ്റുകൾക്ക് വേണ്ടി യൂസ് ചെയ്യാം. സ്റ്റീൽ കൊറോഷൻ റെസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് എന്താ പറയുക, സ്റ്റീലിൽ കോട്ട് ചെയ്യാറുണ്ട്. യൂട്ടൻസിൽസിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള അതായത് ഹൗസ് യൂട്ടൻസിൽ അങ്ങനെ വൈഡ്ലി അല്ല, എന്നാലും ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യാമെന്ന് ഓർത്തിരിക്കാം. ടിന്നിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞ തന്നെ ഇത് എന്തിൽ നിന്ന് ഉണ്ടാക്കുന്നു അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓർ, അല്ലെ? അതിന്റെ എന്താണ്? കാസിറ്ററേറ്റ് ആണ് അല്ലെങ്കിൽ ടിൻ സ്റ്റോൺ ആണ് ഓർത്തിരിക്കുക. പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സിൽവറി വൈറ്റ് കളർ ആണ്. മെൽറ്റിംഗ് പോയിന്റ് 231 ഡിഗ്രി സെൽഷ്യസ് ആണ്. വളരെ സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. ഓക്കെ, ക്ലിയർ? സോൾഡർ മെറ്റീരിയൽ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ടിന്ന് പ്ലസ് കോപ്പർ എന്താണ്? ടിന്ന് പ്ലസ് കോപ്പർ ബ്രോൺസ്. ടിന്ന് പ്ലസ് ലെഡ് സോഫ്റ്റ് സോൾഡർ. ടിന്ന്, ലെഡ്, ആന്റിമണി, ബബിറ്റ് മെറ്റൽ, അല്ലെ? കോപ്പർ കൂടി ഉണ്ട് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? പിന്നെ നമുക്ക് ഇതിന്റെ കൂടെ തന്നെ പഠിച്ചു പോകേണ്ട ഒരു സംഭവമാണ് അലൂമിനിയം എന്ന് പറയുന്നത്. അലൂമിനിയത്തിന്റെ ഓർ എന്ന് പറയുന്നത് എക്സ്ട്രാക്ടഡ് ഫ്രം ബോക്സൈറ്റ് ആണ്. മെൽറ്റിംഗ് പോയിന്റ് 660 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇന്ന് ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അലൂമിനിയം ഓക്സൈഡ് മെൽറ്റിംഗ് പോയിന്റ് ആയിരുന്നു ചോദിച്ചത്, മാറിപ്പോയി 660 വരെ കുത്തി എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും എന്തായാലും ഇവിടെ പറ്റരുത്. ഇപ്പൊ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള വളരെ ലൈറ്റ് വെയിറ്റ് ഉള്ള മെറ്റീരിയൽ ആണ് അലൂമിനിയം എന്ന് പറയുന്നത്. ഏകദേശം 2.7 ഒക്കെയാണ് ഇതിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത്, അല്ലെ? ക്ലിയർ? ഒരു ഹൈ ഇലക്ട്രിക്കൽ ആൻഡ് തെർമൽ കണ്ടക്ടിവിറ്റി ഉണ്ട്. വളരെ ലൈറ്റ് ഇൻ വെയിറ്റ് ആണ്. ഹൈ ഡക്റ്റിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. കൊറോഷൻ റെസിസ്റ്റന്റ് മെറ്റീരിയൽ ആണ്. പിന്നെ നമ്മൾ കൂടുതലായിട്ടും ഈ പറയുന്ന പോലെ ഹൗസ് ഹോൾഡ് യൂട്ടൻസിൽ അലൂമിനിയം പാത്രങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഫാബ്രിക്കേഷൻ വർക്കിന് യൂസ് ചെയ്യാം, അലൂമിനിയം ഫാബ്രിക്കേഷൻ സ്ട്രക്ചറൽ വർക്കുകൾക്കൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. ഓർത്തിരിക്കുക, ഞാൻ ഈ പറയുന്ന മെൽറ്റിംഗ് പോയിന്റ് ഓർത്തിരിക്കുക. ഒന്ന് കോപ്പർ 1083 ഡിഗ്രി സെൽഷ്യസ്, ബ്രാസ് 880 തൊട്ട് 930, ബ്രോൺസ് 1005, സിങ്ക് 420, ടിന്ന് 231, അലൂമിനിയം 660, ലെഡ് 327. ഇത്രയും മെൽറ്റിംഗ് പോയിന്റ് നിർബന്ധമായിട്ടും പഠിക്കണം. ഏതെങ്കിലും ഒരു മെൽറ്റിംഗ് പോയിന്റ് നമുക്ക് എന്ത് വരാം? എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് കയറി വരാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യമാണ് നിക്കൽ സ്റ്റീൽ അലോയ്സ് കണ്ടെയ്ൻ നിക്കൽ ഇൻ ദ റേഞ്ച് ഓഫ്. നിക്കൽ സ്റ്റീൽ അലോയ്സ് കണ്ടെയ്ൻസ് നിക്കൽ ഇൻ ദി റേഞ്ച് ഓഫ്. ഏതായിരിക്കും ആൻസർ വരിക? നിങ്ങൾ ഇതിന്റെ കൂടെ തന്നെ ഞാൻ റെക്കോർഡറിൽ നിന്ന് ഇട്ട് വെച്ചിരിക്കുന്ന ക്ലാസ്സസ് നിർബന്ധമായും കാണണം കേട്ടോ. കാരണം ലിമിറ്റഡ് ടൈം മാക്സിമം പോയിന്റ്സ്, ദാറ്റ്സ് അവർ എയിം. കാരണം ഇതിന് പ്രത്യേകമായിട്ടൊരു ടെക്സ്റ്റ് ബുക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ എവിടെ നിന്നൊക്കെ നമുക്ക് ITI ലെവലിൽ നിന്ന് ക്വസ്റ്റ്യൻ മീൻസ് നമുക്ക് പോയിന്റ്സ് കിട്ടുമോ അതെല്ലാം ഞാൻ ഈ ഭാഗത്ത് നിന്ന് കളക്ട് ചെയ്യും. അപ്പൊ അത് ഇതിലേക്ക് ഇടും. അപ്പൊ നിർബന്ധമായിട്ടും ഈ റെഫറൻസ് സെക്ഷൻസ് കണ്ടു തന്നെ വരണം കേട്ടോ. ഓക്കെ, എങ്കിൽ മാത്രമാണ് നമ്മുടെ റിവിഷൻ ഒക്കെ നമുക്ക് ഓരോ ക്ലാസ്സും നമുക്കൊരു ഇതുപോലെ തോന്നുള്ളൂ. നമ്മൾ മാക്സിമം നോളജ് ഗെയിൻ ആയിട്ട് ഫീൽ ചെയ്യുള്ളൂ. സ്റ്റീൽ നിക്കൽ അലോയ്സ് കണ്ടെയ്ൻ നിക്കൽ ഇൻ ദ റേഞ്ച് ഓഫ്. എവിടെ വരെ പോവാം? നിക്കലിന്റെ റേഞ്ച് എവിടെ പോവാം? എല്ലാവരും ആൻസർ ചെയ്ത് തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല.
തെറ്റിക്കോട്ടെ, പ്രശ്നമില്ല. അഭിരാം, വിഷ്ണു, ശിവാന്ത്, അശ്വന്ത്, മറിയം, റുമൈസ. ഏത് വരും? 2 to 50%. 2 to 50%. വെരി ഗുഡ്. Next question. The melting point of nickel is. The melting point of nickel is. Question number 2. 1250 ഡിഗ്രി സെൽഷ്യസ്, 1350 ഡിഗ്രി സെൽഷ്യസ്, 1450 ഡിഗ്രി സെൽഷ്യസ്, 1550 ഡിഗ്രി സെൽഷ്യസ്. നിക്കലിന്റെ മെൽറ്റിംഗ് പോയിന്റ് ആണ് 1450 ഡിഗ്രി സെൽഷ്യസ് അല്ലേ? നെക്സ്റ്റ്. വിച്ച് എലമെന്റ് ഇംപ്രൂവ്സ് കൊറോഷൻ റെസിസ്റ്റൻസ് ആൻഡ് ഹാർഡ്നെസ് ഓഫ് സ്റ്റീൽ? അലൂമിനിയം, ക്രോമിയം, കാഡ്മിയം, ലെഡ്. അലൂമിനിയം, ക്രോമിയം, കാഡ്മിയം, ലെഡ്. കൊറോഷൻ റെസിസ്റ്റൻസ് ഇംപ്രൂവ് ചെയ്യുന്ന താഴെ പറയുന്നവയിൽ ഏതാണ്? ഏറ്റവും അപ്രോപ്രിയറ്റ് ആൻസർ ചെയ്യുക. ഏതാണ്? ക്രോമിയം വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓക്കെ. നെക്സ്റ്റ്. മാംഗനീസ് സ്റ്റീൽ കണ്ടെയ്ൻസ് അബൌട്ട് 2% മാംഗനീസ്, 5% of manganese, 14% of manganese, 30% of manganese. ഏതായിരിക്കും? 14% മാംഗനീസ് ആണ് സാധനം ഉണ്ടാവുക. ഗുഡ് വിയർ റെസിസ്റ്റൻസ് ആൻഡ് ഹാർഡ്നെസ് പ്രൊവൈഡ് ചെയ്യാണ് മാംഗനീസ് സ്റ്റീലിൽ മാംഗനീസ് ആഡ് ചെയ്യുന്നത്. ഓക്കെ. സിലിക്കൺ ഈസ് ആഡഡ് ടു സ്റ്റീൽ മെയിൻലി ടു ഇംപ്രൂവ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, റെസിസ്റ്റൻറ്റ് ടു ഹൈ ടെമ്പറേച്ചർ ഓക്സിഡേഷൻ, ഇംപ്രൂവ് കൊറോഷൻ റെസിസ്റ്റൻസ്, ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ്. Silicon. Question number 5. Question number 5. Resistance to high temperature oxidation ആണ് ട്ടോ. Question. The melting point of tungsten is approximately. The melting point of tungsten is approximately 1500 ഡിഗ്രി സെൽഷ്യസ്, 2000 ഡിഗ്രി സെൽഷ്യസ്, 2600 ഡിഗ്രി സെൽഷ്യസ്, 3380 ഡിഗ്രി സെൽഷ്യസ്. വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് വരും. നെക്സ്റ്റ്. Stellates contain which of the following combination? 20% tungsten, 4% carbon, 10% nickel, 40% chromium, 5% molybdenum, 5% vanadium, 18% tungsten, 4% chromium. Answer yeah. Number 7. Right to answer. Stellate in the mixer ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് എന്തും കൂടി ഉണ്ട്? Stellate contain 30% chromium, 20% tungsten, 4% carbon. അല്ലെ? 1 to 4% carbon. അപ്പൊ കൃത്യമായി ഒന്ന് ആലോചിച്ച് മാത്രം ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം കേട്ടോ. Vanadium is added to steel mainly to improve color, toughness, electrical conductivity, thermal insulation. ഇതങ്ങനെ വലിയൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണെന്ന് പറയാൻ പറ്റില്ല. വനേഡിയം എന്തിനു വേണ്ടി ആഡ് ചെയ്യുന്നുള്ളതാണ്? ടഫ്നെസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നു. ഓക്കെ. കാരണം നമ്മൾ കൂടുതലായിട്ട് ഗിയർ, സ്പ്രിംഗ് തുടങ്ങിയ ആപ്ലിക്കേഷനാണ് വനേഡിയം വരുന്നത്. എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? ടഫ്നെസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. Cobalt steel, high-speed steel contains 1 to 2% cobalt, 5 to 8% cobalt, 10 to 12% cobalt, 18% cobalt. Cobalt steel, high-speed steel contains എത്ര ശതമാനം? സി ആണോ വരിക? നമ്മൾ കൃത്യമായി പറഞ്ഞാണ് 5 to 8% cobalt ആണ് കേട്ടോ. ഓക്കെ. കാരണം the melting point of cobalt is cobalt 1200, 1495, 2000, 1000. കാരണം എപ്പോഴും നമുക്ക് തെറ്റ് വരാൻ സാധ്യതയുള്ള രണ്ട് മെൽറ്റിംഗ് പോയിന്റ് ആണെന്ന് കാഡ്മിയം, ഒന്ന് കൊബാൾട്ടും. അപ്പൊ അത് കൃത്യമായി തന്നെ ആലോചിച്ച് ആൻസർ ചെയ്യുക. കാരണം കൊബാൾട്ട് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ പെർമനന്റ് മാഗ്നറ്റ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് കൂടുതലായിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കും. കാരണം ഇതുപോലെ തന്നെയുള്ളതാണ് നിക്കൽ 1450. molybdenum high speed steel contains 2% molybdenum, 6% molybdenum, 1% molybdenum, 10% molybdenum. അത് വെച്ച് നമുക്ക് ആൻസർ ചെയ്യാം. ഏതാണ്? ബി. Cadmium is mainly used for tool steel, bearings, coating steel components, improving hardness. Cadmium എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? കാഡ്മിയം ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാഡ്മിയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. കാഡ്മിയം എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? കാരണം കാഡ്മിയന്റെ കൂടെ നമ്മൾ പഠിച്ചത് അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. മെൽറ്റിംഗ് പോയിന്റ് ഓഫ് കാഡ്മിയം പഠിച്ചിട്ടുണ്ടായിരുന്നു. എത്രയായിരുന്നു? 320 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. കോട്ടിംഗ് ഓഫ് സ്റ്റീൽ കമ്പോണൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അതുമായി റിലേറ്റ് ചെയ്ത് പഠിച്ച പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ പോയിന്റ് ഓർത്താൽ മതി. ഓക്കെ. എല്ലാവരും നോട്ട് ചെയ്തല്ലോ അല്ലെ? കോട്ടിംഗ് സ്റ്റീൽ കമ്പോണൻസ്. Metals without iron are called.
മെറ്റൽസ് വിത്തൗട്ട് അയൺ ഒന്നുമില്ല, അങ്ങനെ നമുക്ക് അത്ര ചിന്തിക്കേണ്ട ക്വസ്റ്റൻ ഒന്നല്ല. നോൺ ഫെറസ് മെറ്റൽസ്. കോപ്പർ ഈസ് എക്സ്ട്രാക്റ്റഡ് മെയിൻലി ഫ്രം വിച്ച് ഓർ? ബോക്സൈറ്റ്, മലച്ചൈറ്റ്, കാസിറ്ററൈറ്റ് ഓർ ഗലേന? കോപ്പർ ഈസ് extracted mainly from which ore? ഏതാണ്? കോപ്പർ ആണ് മലച്ചൈറ്റ്. മലച്ചൈറ്റ് ആൻഡ് പൈറൈറ്റ് ആണ്. മലച്ചൈറ്റിൽ എത്ര പെർസെന്റേജ് ഉണ്ട്? മലച്ചൈറ്റിൽ എത്ര പെർസെന്റേജ് ഉണ്ട്? 50%. പൈറൈറ്റിലാണെങ്കിലോ ഇഫ് ഇറ്റ്സ് പൈറൈറ്റ് 32%. ഓക്കെ, അപ്പൊ ഇത് ഓർത്തിരിക്കണം. 50%, 32% ഓർത്തിരിക്കണം കേട്ടോ. ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് കോപ്പർ ഈസ് 880 ഡിഗ്രി സെൽഷ്യസ്, 1083 ഡിഗ്രി സെൽഷ്യസ്, 420 ഡിഗ്രി സെൽഷ്യസ്, 231 ഡിഗ്രി സെൽഷ്യസ്. ഏത് വരും? 1083 ഡിഗ്രി സെൽഷ്യസ്. ബ്രാസ് ഈസ് ആൻ അലോയ് ഓഫ് കോപ്പർ ആൻഡ് ടിൻ, കോപ്പർ ആൻഡ് സിങ്ക്, കോപ്പർ ആൻഡ് ലെഡ്, കോപ്പർ ആൻഡ് അലൂമിനിയം. ബ്രാസ് ഈസ് ആൻ അലോയ് ഓഫ് ഏതാണ്? ബ്രാസ് ആണ്, കോപ്പർ ആൻഡ് സിങ്ക്. ഓക്കെ, the melting point range of brass is ഈ ഭാഗം എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒന്നും പ്രീവിയസ് ക്വസ്റ്റ്യൻ വരാതിരുന്നിട്ടില്ല, എല്ലാ ഭാഗവും കയറി വന്നിട്ടുണ്ട്. the melting point range of brass ഏതാണ്? 880 തൊട്ട് 930 ഡിഗ്രി സെൽഷ്യസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. which metal is best known for being very malleable and ductile and can be drawn into wires? lead, copper, tin, zinc. which metal is best known for being very malleable and ductile and can be drawn into wires? കോപ്പർ ആണെന്ന് മനസ്സിലാക്കി വെക്കാം. കാരണം ഏറ്റവും കൂടുതൽ ഡക്റ്റൈൽ ആയിട്ടുള്ള മെറ്റൽ ആണ് കോപ്പർ. മെറ്റീരിയൽ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് MS-ലേക്ക് പോവാം. നെക്സ്റ്റ്. ബ്രോൺസ് ഈസ് പ്രൈമർലി ആൻ അലോയ് ഓഫ്? കോപ്പർ ആൻഡ് ടിൻ, കോപ്പർ ആൻഡ് അലൂമിനിയം, കോപ്പർ ആൻഡ് സിങ്ക്, കോപ്പർ ആൻഡ് ലെഡ്. ബ്രോൺസ് ഈസ് പ്രൈമർലി ആൻ അലോയ് ഓഫ് ഏതാണ്? കോപ്പർ ആൻഡ് ടിൻ. കോപ്പർ ആൻഡ് ടിൻ. lead is extracted from which ore? bauxite, cassiterite, galena, hematite. lead is extracted from which ore? of course galena. LG. ഒരു കാരണവശാലും തെറ്റിപ്പോരുത്. lead, galena. okay, next. which metal has melting point of 420 degree celsius? zinc, tin, lead, aluminum. 420 ഡിഗ്രി സെൽഷ്യസ് ഉള്ള മെറ്റീരിയൽ താഴെ പറയുന്നതിൽ ഏതാണ്? that is zinc. okay, tin is mainly obtained from which ore? tin stone, bauxite, pyrite, blend. സാധാരണ ഇതിൽ ടിൻ സ്റ്റോൺ എന്ന് ചിലപ്പോൾ നേരിട്ട് വന്നോളണമെന്നില്ല. ഇറ്റ് മേ ബി കാസിറ്ററൈറ്റ്. അപ്പൊ അത് ആലോചിച്ച് മാത്രം ആൻസർ ചെയ്യാം കേട്ടോ. അലൂമിനിയം is obtained from which raw material? hematite, galena, bauxite, malachite. എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം നിങ്ങളോട്. ഏതാണ്? bauxite will be the right answer. which metal is commonly used for galvanizing iron sheet? which metal is commonly used for galvanizing iron sheets? tin, zinc, lead, aluminum. galvanizing എന്ത് യൂസ് ചെയ്യാം? സിങ്ക് യൂസ് ചെയ്യാം. നമ്മളിവിടെ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് we are going to prepare for an IT level examination for tradesmen. okay, അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ക്വസ്റ്റ്യൻ വരുമോ, ഇത്രയും സിമ്പിൾ ചോദിക്കുമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത് വളരെ ബേസിക് ലെവൽ ക്വസ്റ്റ്യൻ ആയിരിക്കും. ചിലപ്പോൾ നമ്മളോട് ആയിരിക്കും, ചിലപ്പോൾ പഠിപ്പിക്കാം, വളരെ ബേസിക് ലെവൽ ആയിരിക്കും. പക്ഷേ ഈ ബേസിക് ലെവൽ എക്സാം പോയിന്റ് കൂടുതൽ വരുന്ന സമയത്ത് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ സിമ്പിൾ തിങ്സ് മേ ബി കോംപ്ലിക്കേറ്റഡ് അല്ലേ. ഇപ്പൊ ചെറിയ കാര്യങ്ങളായിരിക്കും നമുക്ക് ഡൗട്ട് വരിക, ചെറിയ കാര്യങ്ങളായിരിക്കും നമ്മൾ വീണ്ടും ചിന്തിക്കുക, നമ്മൾ കൊണ്ടുപോയിട്ട് നെഗറ്റീവ് എത്തിക്കുക. അപ്പൊ വളരെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, നന്നായിട്ട് 2 തവണ വായിച്ചിട്ട് മാത്രം എല്ലാ ക്വസ്റ്റിനും ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ്. tin has a melting point of 100, 230, 450, 660. മാക്സിമം റിപ്പീറ്റ് ചെയ്ത് ഇതെല്ലാം നമ്മുടെ മൈൻഡിലേക്ക് ഓട്ടോ ഫീഡ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, എത്രയാണ്? 231 ഡിഗ്രി സെൽഷ്യസ്. നെക്സ്റ്റ്. വിച്ച് അലോയ് ഈസ് നോൺ ആസ് സോഫ്റ്റ് സോൾഡർ? ബ്രാസ്, കോപ്പർ ടിൻ അലോയ്, ലെഡ് ടിൻ അലോയ്, അലൂമിനിയം ലെഡ് അലോയ്. സോഫ്റ്റ് സോൾഡർ എന്ന് അറിയപ്പെടുന്ന അലോയ് ഏതാണ്? ലെഡ് ടിൻ അലോയ് ആണ് അല്ലേ. which metal is widely used in electrical cables due to its high conductivity? zinc, aluminum, copper, tin. zinc, aluminum, copper or tin? ഏതാണ്? copper. okay, next. Bubbit metal is an alloy used mainly welding rods, bearings, galvanizing, strengthening aluminum. bubbit metal എന്തിനായിരിക്കും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവുക? bubbit metal. C, no. ആലോചിച്ച് മാത്രം ആൻസർ ചെയ്യുക, കാരണം ഏറ്റവും കൂടുതൽ ബബിറ്റ് മെറ്റലൊക്കെ ബെയറിംഗ് മെറ്റീരിയൽ ആണ് കേട്ടോ. വിച്ച് ആർ ദ ഫോളോയിങ്
statement is about nickel steel is correct. Nickel steel may contain nickel from 2 to 50%. Invar steel contains 30% of nickel. Invar steel has high thermal expansion. A only 1, B only 3, C 1 and 2, D 1, 2 and 3. ഏതായിരിക്കും? സി അല്ലേ, 1 and 3. കാരണം ഹൈ തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ അവിടെ തെറ്റാണ്. തെർമൽ എക്സ്പാൻഷൻ വളരെ ലീസ്റ്റ് ആണ്, അതാണ് അതിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ക്ലോക്ക് പെൻഡുലത്തിലൊക്കെ നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം ഇന്ന് നമ്മൾ കവറപ്പ് ചെയ്ത പോർഷൻസ് എന്ന് പറയുന്നത് അലോയിങ് എലമെന്റ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഈ പറയുന്ന നോൺ ഫെറസ് മെറ്റൽസും. ഓക്കെ, ഓൾറെഡി ഇത് റെഫറൻസ് സെക്ഷനിൽ കിടക്കുന്നുണ്ട്. യു ക്യാൻ റെഫർ ദാറ്റ് ടു. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് തന്നെ നോക്കുക. ക്വസ്റ്റ്യൻസ് വീണ്ടും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് നോക്കുക. ഞാൻ ഈ PDF ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ക്ലാസ് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു ഫ്യൂ ഡേയ്സ് ചെറിയൊരു റെക്കോർഡ് സെക്ഷൻസ് ആയിരിക്കും, ലൈവ് ഉണ്ടാവില്ല. ഒരു 3-4 ദിവസം കൂടെ. ഞായറാഴ്ചക്ക് ശേഷം നമുക്ക് ഫ്രീക്വന്റ്ലി 3 to 4 സെക്ഷൻസ് ലൈവ് തന്നെ പോവാം, പാരലൽ റെക്കോർഡറും പോവാം. പിന്നെ 5ാമത്തെ മോഡ്യൂൾ, 6ാമത്തെ മോഡ്യൂൾ അല്ലേ, ലാസ്റ്റ് മോഡ്യൂൾ വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ സയൻസും ഡ്രോയിങ്ങും വരുന്ന ഒരു മൊഡ്യൂൾ ഉണ്ട്. അപ്പൊ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം നമുക്ക്. അതായത് നമ്മൾ പഠിക്കുന്ന സമയത്ത് വളരെ എളുപ്പമായിട്ട് നമുക്കിത് ഫീൽ ചെയ്യും. ഇപ്പൊ LCM വന്ന HCF എന്നത് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഇപ്പൊ സ്ക്വയർ റൂട്ട്, എന്താണ് സ്ക്വയർ റൂട്ട് എന്ന് എവരി വണ്ണോ അല്ലെ, എല്ലാവർക്കും അറിയാത്ത കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പൊ ആ ഭാഗം നിർബന്ധമായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യണം. വെറുതെ നമ്മൾ വായിച്ചു വിട്ടരുത്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യാൻ നല്ലതായിരിക്കും. ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്താൽ മതി. ഏരിയ വോളിയം കാൽക്കുലേഷൻ, മെൻസറേഷൻ ഏരിയ ഒക്കെ വരുന്ന സമയത്ത് യു മേ ബി വെരി കോൺഫിഡൻറ്റ് ഇൻ ദാറ്റ് ഏരിയ. കാരണം വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കാണാം. ബട്ട് ആ ഭാഗം നിങ്ങൾ നന്നായി റിവിഷൻ ചെയ്തില്ലെങ്കിൽ നമുക്ക് എക്സാം ഹാളിൽ ഇരുന്നത് ഡിഫിക്കൽറ്റി വരും. ഓക്കെ, ഒരു ഷേപ്പിന്റെ ഏരിയ ആ സമയത്ത് നമുക്ക് ബുദ്ധിമുട്ട് വരരുത്. അപ്പൊ അതിന്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത് പ്രാക്ടീസ് ചെയ്യുന്ന മാത്രമാണ്. സെയിം പ്രോബ്ലം തന്നെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്താൽ പോലും കുഴപ്പമില്ല. യു ഹാവ് ടു ഡു ദാറ്റ്. കാരണം അല്ലെങ്കിൽ എന്താ, നമുക്ക് ഈ സാധനമൊക്കെ മറന്നു പോകും അല്ലെ. ഉറപ്പായിട്ടും നമ്മുടെ മനസ്സിൽ നിന്ന് ഈ പറയുന്ന ഇക്വേഷൻസ് ഒക്കെ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് തണുക്കും. അപ്പൊ അത് ഇടയ്ക്കൊന്ന് എന്ത് ചെയ്യുക, റീഫ്രഷ് ചെയ്താൽ മതി. നമുക്ക് അറിയാത്ത കാര്യം ഒന്നും ഉണ്ടാവില്ല അതിൽ. ഓക്കെ, അപ്പൊ അത് ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ആ ഭാഗം ഒന്നുകൂടെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കണം എന്ന് പറയും. ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വന്റ്ലി ഇക്വേഷൻസ് ഒക്കെ നോക്കി വെച്ചാൽ മതി അല്ലെ. ഇക്വേഷൻസ് ഒക്കെ എല്ലാ ദിവസവും നോക്കി വെക്കുക. 1-2 പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുക. നമുക്ക് 1 മിനിറ്റ് കൊണ്ട് അത് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ ടോപ്പിക്കുമായി കാണാം. അതുവരേക്കും തൽക്കാലം ബൈ. വേറെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ക്വസ്റ്റ്യൻസ് എല്ലാം വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ? റുമേസ, മറിയം, വിഷ്ണു, അഭിറാം, ശാവന്ത്, അശ്വന്ത്, വിഷ്ണു മോഹൻ, അരുൺ, US. ഓക്കെ, അപ്പൊ ഞാൻ വല്ല വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെയും തൽക്കാലം ബൈ. ടേക്ക് കെയർ. ഗുഡ് നൈറ്റ്.